Hi friends, welcome back to my channel Shweta's Kitchen Canvas. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ ആണ്. നമ്മൾ KFC എന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു നല്ല ഈവനിങ് സ്നാക്സ് ആണ്. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അവർ വീണ്ടും വീണ്ടും വേണമെന്ന് പറയും. അപ്പോൾ നമുക്കതങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാൻ നമുക്ക് ചിക്കൻ പീസ് എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് ഞാനൊരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഇത് നല്ല എരിവുള്ളത് കൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഒറിഗാനോ 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു മുട്ട അതിനകത്തോട്ട് ഒഴിക്കാം. ഒരു അരമുറി നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 1/2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ സവോള കട്ട് ചെയ്തതും, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ പേസ്റ്റ് ചെയ്ത് ഇടാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആവണം. ഇനി നമുക്ക് 1 hour ഫ്രിഡ്ജിൽ വെക്കാം ഇത്. ഇനി അത് കവറിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ഗോതമ്പ് പൊടി എടുക്കാം. അത് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ഒരു ശകലം ഉപ്പും കൂടെ ഇടാം. മറ്റേതിനകത്ത് നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് ചിക്കൻ മാഗി ക്യൂബ്സ് ആണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. ഇതിനി നമുക്ക് സൈഡിൽ വെക്കാം. 1 മണിക്കൂർ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അത് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം. 1 hour later. ഇപ്പം നമ്മുടെ ചിക്കൻ 1 hour മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം. നമുക്കൊരു ശകലം വെള്ളം കൂടെ ചേർത്തത് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഒത്തിരി വെള്ളം ചേർക്കരുത്. ഒരു ശകലം വെള്ളം, ഞാനൊരു 2 ടീസ്പൂൺ മാത്രമുള്ള വെള്ളമാണ് ഞാൻ ഇപ്പം ചേർത്തത്. ഇനി നമുക്കത് ബ്രെഡ് ക്രംസിൽ മുക്കി വേണം വറക്കാനായിട്ട്. ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പാടാണ് വറക്കാനായിട്ട്. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി ഇത് വറക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാം. ഈ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ മുക്കി എടുത്തിട്ട് വറക്കാം.
ഇത്രയും വറുത്തെടുക്കാം. ഇതെപ്പോഴും ചെറിയ തീ ഇട്ട് വേണം വറുക്കാനായിട്ട്. A few moments later. നമ്മുടെ ചിക്കൻ പോപ്കോൺ ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. അടുത്തത് നമുക്കൊന്നുകൂടെ വറുക്കാനിടാം. ഇത് ഞാൻ ചിക്കൻ ഒരുപാട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് ചെറിയ തീ വേണം ഇതിനകത്ത് ഇടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ മീൻ വറുത്തതൊക്കെ ചോറിന് ഒന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇനി ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത റവയ്ക്കകത്ത് മുക്കി വെക്കാനും മതി. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. നമുക്ക് നമ്മുടെ പോപ്കോൺ രണ്ടാമത്തേത് വെന്തു, അത് നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയാണ്. ഇത് നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതിനധികം സമയവും വേണ്ട. ഇതിന് നമ്മളിപ്പം മാരിനേറ്റ് ചെയ്ത 1 hour അതിന് കൂടുതലായിട്ട് വരുന്നുള്ളൂ. അല്ലാതെ ഇതുണ്ടാക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.